ഹായ് ഫ്രണ്ട്സ്, 6th ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഒരു നോട്ട് തരികയാണ്. ഗ്രാമവികസനം. അതിലൊരു ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ റൂറൽ ഡെവലപ്മെൻറ്റ്? ബ്രിങ് ഔട്ട് ദി കീ ഇഷ്യൂസ് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമ്യ വികസനം എന്നാൽ എന്ത്? ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെ? Rural development means developing backward rural areas through government action plans. It includes the following. ഗവൺമെൻറ് പ്രത്യേക കർമ്മ പദ്ധതി ഉപയോഗിച്ച് ഗ്രാമപ്രദേശങ്ങളുടെ പിന്നോക്കാവസ്ഥ മാറ്റുക എന്നുള്ളതാണ് ഗ്രാമവികസനം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ പെടുമെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഇതിലോരോന്ന് നോക്കാം. ഒന്ന്, ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ഗ്രാമപ്രദേശങ്ങളുടെ മനുഷ്യവിഭവ വികസനം, അതാണ് ഒന്ന്. രണ്ട്, ലാൻഡ് റിഫോം. ഗ്രാമപ്രദേശങ്ങളിലെ ഭൂപരിഷ്കരണം. ലാൻഡ് റിഫോം എന്താ നമ്മൾ പഠിച്ചതാണ്. ഭൂമിയുടെ വിതരണത്തിലുള്ള അസമത്വം മാറ്റുക, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടിയാണ് ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണം. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഇൻ റൂറൽ ഏരിയാസ്. ഉൽപ്പാദന വിഭവങ്ങളുടെ വളർച്ച, ഗ്രാമപ്രദേശങ്ങളുടെ ഉൽപ്പാദന വിഭവങ്ങളുടെ വളർച്ച. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച. ദെൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ഫോർ ദ പുവർ. ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിൽ, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ശ്രമങ്ങൾ, ഇതെല്ലാം ഗ്രാമവികസനത്തിൻ്റെ ഭാഗമാണ്. 6th ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ചെയ്താൽ അല്ലെങ്കിൽ ക്ലിയറായിട്ട് നോട്ട് കാണാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്രിട്ടിക്കലി എക്സാമിൻ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം. ഗ്രാമീണ വായ്പാ സംവിധാനത്തിനെപ്പറ്റി വിമർശനാത്മകമായി വിലയിരുത്തുക. ക്രിട്ടിക്കലി എക്സാമിൻ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രാമീണ വായ്പാ സംവിധാനങ്ങൾ, അതിനെപ്പറ്റി വിമർശനാത്മകമായി വിലയിരുത്തുക. ഇൻ ഇന്ത്യ, മജോറിറ്റി ഓഫ് ഫാമേഴ്സ് ആർ പുവർ ആൻഡ് ഇൻ ഡെപ്റ്റ്. ഇന്ത്യയിലെ ഭൂരിഭാഗം കർഷകരും ദരിദ്രരാണ്, അതുപോലെ തന്നെ അവർ കടത്തിലാണ്. ഇൻ അഗ്രികൾച്ചർ ദർ ഈസ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സോയിങ് ആൻഡ് ഹാർവസ്റ്റിംഗ്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വിത്ത് വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനും ഇടയ്ക്ക് കുറേ സമയവ്യത്യാസമുണ്ട്. ഈ സമയത്ത് കർഷകർക്ക് ഫണ്ട് ആവശ്യമാണ്. ദിസ് ഫോഴ്സസ് ഫാമേഴ്സ് ടു ബോറോ. ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് കർഷകരെ കടമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. സോ ദർ നീഡ്സ് എ ടൈംലി ആൻഡ് ലോ കോസ്റ്റ് ക്രെഡിറ്റ്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വായ്പ ലഭിക്കാനുള്ള ഒരു സംവിധാനം കർഷകർക്ക് വേണം ഗ്രാമപ്രദേശങ്ങളിൽ. ദ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഇൻ റൂറൽ ക്രെഡിറ്റ് ആർ ദ ഫോളോയിങ്. ഗ്രാമീണ വായ്പാ സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു, അതാണ് താഴെ പറയുന്നത്. അതിലൊന്ന്, നാഷണലൈസേഷൻ ഓഫ് 14 കമേഴ്സ്യൽ ബാങ്ക്സ് ഇൻ 1969. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തി. അടുത്തത്, സെറ്റിംഗ് അപ്പ് ഓഫ് നബാർഡ് ഇൻ 1982 ആസ് ആൻ അപ്പെക്സ് ബോഡി ടു കോർഡിനേറ്റ് റൂറൽ ഫിനാൻസിങ് സിസ്റ്റം. നബാർഡ് സ്ഥാപിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഗവൺമെൻറ് ശ്രമം. 1982 നബാർഡ് സ്ഥാപിതമായി. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതാണ് അതിൻ്റെ ഫുള്ള്. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. Another one, expanding the cooperative credit system to provide short-term loans at low interest rate to poor. ദരിദ്രർക്ക് കുറഞ്ഞ നിരക്കിൽ, പലിശ നിരക്കിൽ ലോൺ നൽകാൻ വേണ്ടി സഹകരണ വായ്പാ സംഘങ്ങൾ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം, സഹകരണ വായ്പ പ്രോത്സാഹിപ്പിച്ചു. ദെൻ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, എക്സാമ്പിൾ അഗ്രികൾച്ചർ.
മുൻഗണനാ മേഖലകളിൽ വായ്പ നൽകുക, പ്രത്യേകിച്ചും കാർഷിക മേഖല. മുൻഗണനാ മേഖല എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങൾ മുൻഗണന കൊടുക്കുന്നത് കൃഷിക്കാണ്. അപ്പോൾ മുൻഗണനാ മേഖല കൃഷിയാണ്. അപ്പം പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, കൃഷിക്ക് പ്രത്യേകം ലോൺ നൽകുക. ദെൻ ഗ്രീൻ റവല്യൂഷൻ, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ലെൻഡിങ്, കടം കൊടുക്കുന്നത് പ്രധാനമായിട്ടും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. ഇതാണ് ഗവൺമെൻറ് സംവിധാനം. ഗ്രാമീണ വായ്പാ സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് തലത്തിൽ ചെയ്ത കാര്യങ്ങളാണ് ഇത്രയും. ഇനി അടുത്തത് മൾട്ടി ഏജൻസി റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം. ഗ്രാമീണ മേഖലയിലുള്ള മൾട്ടി ഏജൻസി, ബഹുമുഖ സംവിധാനങ്ങൾ, പല സംവിധാനങ്ങൾ, ഗ്രാമീണ വായ്പ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പല സംവിധാനങ്ങൾ. അതിലൊന്ന് നബാർഡാണ്. 1982 സ്ഥാപിതമായ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമീണ വായ്പയെ നിയന്ത്രിക്കുന്ന ഉന്നത സ്ഥാപനമാണ്, അപ്പെക്സ് ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ഗ്രാമീണ വായ്പ മൊത്തം നിയന്ത്രിക്കുക നബാർഡ്. രണ്ടാമതാണ് കമേഴ്സ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകൾ. മൂന്നാമത് റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRBs എന്നാണ് പറയുക. ഇത് 20 പോയിൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമാകുന്നത്. ഇന്ദിരാഗാന്ധി 1975 20 പോയിൻറ്റ് പ്രോഗ്രാം, 20 ദിന പരിപാടി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ 20 ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമാവുന്നത്. ഇപ്പം കേരളത്തിലുള്ള ഗ്രാമീണ ബാങ്ക് നമുക്കറിയാം, ഗ്രാമീൺ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, KGB എന്ന് പറയും. വേറെ ഒന്നാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, സഹകരണ വായ്പാ സംഘങ്ങൾ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഹ്രസ്വകാല വായ്പകൾ നൽകുകയാണ് ഇത് ചെയ്യുന്നത് സഹകരണ സംഘങ്ങൾ. ഷോർട്ട് ടേം ലോൺസ് ടു ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ്, കുറഞ്ഞ നിരക്കിൽ, പലിശ നിരക്കിൽ ഹ്രസ്വകാല വായ്പകൾ നൽകുക. ദെൻ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഭൂവികസന ബാങ്കുകൾ. ഏർലിയർ ഇറ്റ് ഈസ് കോൾഡ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭൂപണയ ബാങ്കുകൾ, ഭൂവികസന ബാങ്ക്. ലോങ് ടേം ലോൺസ്, പ്രധാനമായിട്ടും ദീർഘകാല വായ്പകളാണ് നൽകുന്നത്. വേറൊരു സംവിധാനമാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, സ്വയം സഹായ സംഘങ്ങൾ. ഗ്രാമീണ വായ്പയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വയം സഹായ സംഘങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, SHGs എന്നാണ് പറയുന്നത്. കുടുംബശ്രീ, കേരളത്തിലെ കുടുംബശ്രീ ഉദാഹരണമാണ്. ദ SHGs promote thrift in small proportions by a minimum income contribution from each member. From pooled money, credit is given to the needy members. By March 2003, more than 7 lakh SHCs had credit linked and referred to as micro credit programs. Referred SHGs. SHGs helped human empowerment. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായും സ്വയം സഹായ സംഘങ്ങളെ, കുടുംബശ്രീയൊക്കെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയാണ് ഗ്രാമപ്രദേശങ്ങളിലെ വായ്പാ സംവിധാനങ്ങൾ. മൾട്ടി ഏജൻസി റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം, നബാർഡ്, വാണിജ്യ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, SHGs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അടുത്ത റൂറൽ ബാങ്കിങ്, ക്രിട്ടിക്കൽ അപ്രൈസൽ, ഒരു വിമർശനാത്മക പഠനം, വിമർശനാത്മക വിലയിരുത്തൽ. റൂറൽ ബാങ്കിങ്. റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം ഇംപ്രൂവ്ഡ്, ബട്ട് നോട്ട് ഫുള്ളി സാറ്റിസ്ഫാക്ടറി. ഇന്ത്യയിലെ ഗ്രാമീണ വായ്പാ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത്ര സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ അത്ര പൂർണ്ണമായും മെച്ചപ്പെട്ടിട്ടില്ല. There are big defaults by farmers. About 50% are willful defaulters. കാർഷിക ലോൺ എടുത്തതിന് ശേഷം തിരിച്ചടയ്ക്കാതിരിക്കുക, അതാണ് ഡീഫോൾട്ടിംഗ് എന്ന് പറയുന്നത്. ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരിക്കുക. ഏകദേശം 50% ആൾക്കാർ, ലോൺ എടുത്തവർ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ലോൺ എടുത്ത 50% ആൾക്കാർ തിരിച്ചടയ്ക്കാതിരിക്കുന്നു, ലോണ് തിരിച്ചടയ്ക്കാതിരിക്കുക. ബോധപൂർവം തിരിച്ചടയ്ക്കാതിരിക്കുന്നവരുണ്ട് എന്ന് പറയുന്നു.
Many small and marginal farmers are still at the mercy of cutthroat village money lenders. ഇപ്പോഴും കർഷകർ ഈ ബ്ലേഡ് പലിശക്കാരെ ആശ്രയിച്ചാണ് ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. അപ്പം ബ്ലേഡ് പലിശ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. ദ കൾച്ചർ ഓഫ് സേവിങ് ക്രെഡിറ്റ് റീപേയ്മെൻറ്റ് ഹാസ് ടു ബി എൻകറേജ്ഡ്. ഒരു സംസ്കാരം, സമ്പാദ്യശീലം എന്നുള്ളൊരു സംസ്കാരവും അതുപോലെ തന്നെ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുക എന്നുള്ളൊരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടതുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ. ഇതാണ് വിമർശനാത്മകമായ ഒരു പഠനം. റൂറൽ ബാങ്കിങ്, ഗ്രാമീണ വായ്പ ഒരു വിമർശനം. ഇപ്പോഴും മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ പണം കടം കൊടുക്കുന്ന അല്ലെങ്കിൽ ബ്ലേഡ് പലിശക്കാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഒരു വിമർശനം. പിന്നെ 50% ആൾക്കാരും ബോധപൂർവം ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വിമർശനമാണ്. ഇനി അടുത്ത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം. ഇത്രയും ഗ്രാമീണ വായ്പയാണ് പറഞ്ഞത്. ഇനി കാർഷിക വിപണനം. കാർഷികോൽപ്പന്നം നടത്തി മാർക്കറ്റിൽ വിൽക്കുന്ന ആ പ്രക്രിയയാണ് കാർഷിക വിപണനം എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ റൂറൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രാമീണ കാർഷിക വിപണന സംവിധാനം, ഇതിനെപ്പറ്റി വിശദീകരിക്കുക. ആദ്യമായി അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുന്നത്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ദ അസംബ്ലിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിംഗ്, ഗ്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അക്രോസ് ദ കൺട്രി. ഇപ്പോൾ കാർഷികോൽപ്പാദനം നടത്തി മാർക്കറ്റിൽ എത്തുന്നവരെയുള്ള എല്ലാ പ്രക്രിയയും പെടുന്നതാണ് കാർഷിക വിപണനം എന്ന് പറയുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ അസംബ്ലിംഗ്, സ്റ്റോർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്ത് കൃഷിസ്ഥലങ്ങളിൽ നിന്ന് മാർക്കറ്റിലെത്തിക്കുക, പാക്കേജിങ് നടത്തുക, ഗ്രേഡിങ്, ഇതൊക്കെയാണ് കാർഷിക ഉൽപ്പന്നം നടത്തി വിൽക്കുന്നവരെയുള്ള എല്ലാ പ്രക്രിയയും കാർഷിക വിപണനം എന്നാണ് പറയുക, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. ഇനി മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇന്ത്യ. ഇതൊരു പ്രത്യേക ചോദ്യം വരാം. ഇന്ത്യയിൽ കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഒന്ന്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, ഗവൺമെൻറ് നിയന്ത്രണ കമ്പോളങ്ങൾ സ്ഥാപിക്കുക. 2, പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഗ്രാമീണ പ്രദേശങ്ങളിൽ വിപണനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, മാർക്കറ്റിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക. ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്, റെയിൽവേസ്, വെയർഹൗസസ്, ഗോഡൗൺസ്, കോൾഡ് സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ്. കാർഷിക വിപണനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇതൊക്കെ. റോഡുകൾ, റെയിൽവേ, വെയർഹൗസ്, ഗോഡൗണ്, കോൾഡ് സ്റ്റോറേജ്, പ്രോസസ്സിംഗ്. മറ്റൊരു ശ്രമമാണ് മൂന്നാമത്തെ, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ടു അവോയ്ഡ് മിഡിൽ മെൻ. ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് സഹകരണ ചന്തകൾ സ്ഥാപിക്കുക. മിഡിൽ മെൻ, ഈ ഇടനിലക്കാരെ, ഉപഭോക്താക്കളുടെയും കർഷകരുടെ ഇടയിലുള്ള ഇടനിലക്കാരെ, മിഡിൽ മെൻസ്, കച്ചവടക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് സഹകരണ ചന്തകൾ എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. ഉദാഹരണം ഗുജറാത്തിലെ അമുൽ, അതൊരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉദാഹരണമാണ്, അമുൽ ഗുജറാത്ത്. ദെൻ പ്രൊവൈഡിങ് പ്രൈസ് സപ്പോർട്ട്, താങ്ങുവില പ്രഖ്യാപിക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ താങ്ങുവില, ഗവൺമെൻറ് താങ്ങുവില പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അഷ്വറൻസ് ഓഫ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ ഫാം പ്രോഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില. ഉദാഹരണത്തിന് കേരളത്തിലൊക്കെ തേങ്ങയ്ക്ക് താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ഒരു വില മാർക്കറ്റിനേക്കാൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന സമയത്ത് അതിനേക്കാൾ കൂടിയ നിരക്കിൽ ഗവൺമെൻറ് സംഭരിക്കും. അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തേങ്ങയ്ക്ക് ഒരു 5 രൂപയാണ് മാർക്കറ്റിൽ വിലയെങ്കിൽ ഗവൺമെൻറ് 10 രൂപയ്ക്ക് എടുക്കും, താങ്ങുവില പ്രഖ്യാപിച്ച് 10 രൂപ പ്രഖ്യാപിച്ചിട്ട് എടുക്കും. അതാണ് സപ്പോർട്ട് പ്രൈസ്. ദെൻ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, വായ്പാ സംവിധാനങ്ങൾ, കുറഞ്ഞ പലിശയ്ക്ക് വായ്പാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെൻറ് കാർഷിക വിപണനം, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്തത്. ഇനി പുതിയ
വിപണന സംവിധാനങ്ങളാണ്. ഇമേർജിംഗ് ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്, പുതിയ കച്ചവട അല്ലെങ്കിൽ പുതിയ വിപണന സംവിധാനങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള പുതിയ വിപണന സംവിധാനങ്ങളാണ്. മിഡിൽമെൻ അല്ലെങ്കിൽ ഈ മധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട്, കച്ചവടക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചന്തകൾ, മാർക്കറ്റ്, അതാണ് പുതിയ എമേർജിംഗ് ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്, പുതിയ വിപണന സംവിധാനം. മെനി ന്യൂ മാർക്കറ്റ്സ് വേർ farmers sell their products directly to the consumers and avoid middlemen. ഈ മധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട് കർഷകർ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നൊരു സംവിധാനം ഇപ്പം വളർന്നു വരുന്നുണ്ട്. ഇറ്റ് ഇൻക്രീസസ് ദെയർ ഇൻകം. അപ്പോൾ ഇത് ഉപഭോക്താക്കൾക്കും ഇത് വിൽക്കുന്ന കർഷകർക്കും മെച്ചമാണ്. ഇതുകൊണ്ട് മിഡിൽമെൻസ് അല്ലെങ്കിൽ ഈ മധ്യവർത്തികളെ ഒഴിവാക്കുന്നത് കൊണ്ട് വിൽക്കുന്നവർക്കും അതുപോലെ തന്നെ വാങ്ങുന്നവർക്കും മെച്ചമാണ്. വില കുറച്ച് കിട്ടും, വാങ്ങുന്നവർക്ക് വില കുറച്ച് കിട്ടും, വിൽക്കുന്നവർക്ക് വില കൂടുതൽ, മിഡിൽമെൻസിന് കൊടുക്കുന്നതിനേക്കാൾ ലാഭം കിട്ടും. ഇതിൽ കുറേ ഉദാഹരണങ്ങളാണ്. ഒന്ന് അപ്പിനി മണ്ഡി, ഇത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാനിലുള്ള മാർക്കറ്റാണ്. കർഷകർ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുക. അപ്പിനി മണ്ഡി പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. ഇനി ഹദസ്പ്ര മണ്ഡി ഉണ്ട്, പൂനെയിലെ മാർക്കറ്റാണ് ഹദസ്പ്ര മണ്ഡി. റിതു ബസാർ ഉണ്ട്, അത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ് ഇൻ ആന്ധ്രാപ്രദേശാണ്, തെലുങ്കാന, റിതു ബസാർ. ഉഴവർ സണ്ടീസ് തമിഴ്നാട്ടിലുള്ള മാർക്കറ്റാണ്, ഉഴവർ സണ്ടീസ്. ദെൻ ലാർജ് റീറ്റെയിൽ ചെയിൻസ് ലൈക്ക് ബിഗ് ബസാർ, റിലയൻസ് ഫ്രഷ്, സ്പെൻസേഴ്സ് എക്സെട്ര. ഇത്രയാണ് ആൾട്ടർനേറ്റീവ് എമർജിംഗ് മാർക്കറ്റിംഗ് ചാനൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യവൽക്കരണം. അപ്പം കാർഷിക ഗ്രാമപ്രദേശങ്ങളിൽ കൃഷി മാത്രമല്ല, അതിനോടനുബന്ധിച്ച് മറ്റ് ഉപജീവന മാർഗങ്ങളിലേക്കും കർഷകർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഗ്രാമവികസനത്തിൽ. ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യവൽക്കരണം. അപ്പം കൃഷി മാത്രമല്ല, മറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യാം. ദ ഫാമിംഗ് സെക്ടർ നീഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ 3 ഫോംസ്. 3 രൂപത്തിലുള്ള വൈവിധ്യവൽക്കരണമാണ് പറയുന്നത്. ഒന്ന്, ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ്, വിളകൾ, പല വിളകൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. ഒരു വിളകൾ മാത്രമല്ല, കാർഷിക വിളകൾ, പല വിളകൾ. ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ടു അലൈഡ് ആക്ടിവിറ്റീസ് ലൈക്ക് ലൈഫ് സ്റ്റോക്ക്, പോൾട്രി, ഫിഷറീസ് എക്സെട്ര. മറ്റ് പല കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക് പോവുക. കന്നുകാലി വളർത്തൽ, അതുപോലെ തന്നെ കോഴി വളർത്തൽ, പക്ഷി വളർത്തൽ, അതുപോലെ മത്സ്യബന്ധനം, ഇതിലൊക്കെ പോവാം. ഡൈവേഴ്സിഫിക്കേഷൻ അലൈഡ് ആക്ടിവിറ്റീസ്, ലൈഫ് സ്റ്റോക്ക്, പോൾട്രി, ഫിഷറീസ്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു നോൺ ഫാം ജോബ്സ്, കൃഷി അല്ലാതെ മറ്റ് ജോബുകളിലേക്ക് പോകുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഇതിൻ്റെ ഒരു വിശദീകരണങ്ങളാണ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരും. ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്നുള്ള എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിലൊന്ന് അനിമൽ ഹസ്ബൻഡറിയാണ്, കന്നുകാലി വളർത്തൽ. In India, the farming community uses the mixed crops livestock farming system, cattle, goats, fowls, etc. ഏകദേശം 70 മില്യൺ ആൾക്കാർക്ക് ഒരു ഉപജീവന മാർഗം കിട്ടുന്നതാണ് കന്നുകാലി വളർത്തൽ. 70 മില്യൺസ് ലിവ്ലിഹുഡ് ടു 70 മില്യൺസ്. മിക്സ്ഡ് ക്രോപ്പ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്, പല മൃഗങ്ങളെയും വളർത്തുന്നുണ്ട്. കാറ്റിൽ, ഗോട്ട്, ഫ്ലോള്, പക്ഷി. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്, ഇതൊക്കെ ഗുണങ്ങളുണ്ട്. ഒന്ന്, ആൾട്ടർനേറ്റീവ് ലിവ്ലിഹുഡ്, മറ്റൊരു ഉപജീവന മാർഗ്ഗമാണ്, കൃഷി അല്ലാതെയുള്ള ഒരു ഉപജീവന മാർഗ്ഗം, ആൾട്ടർനേറ്റ് ലിവ്ലിഹുഡ്. ദെൻ സ്റ്റെബിലിറ്റി ഇൻകം, ഇവരുടെ വരുമാനം ഒന്ന് വർദ്ധിക്കുന്നതിൽ സ്ഥിരത, വരുമാന സ്ഥിരത ഉറപ്പുവരുത്തുന്നു, സ്റ്റെബിലിറ്റി ഇൻ ഇൻകം. ഫുഡ് സെക്യൂരിറ്റി, കുറച്ച് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ്. ദെൻ ന്യൂട്രീഷൻ ഫോർ ഫാമിലി, കുടുംബത്തിന് പോഷകങ്ങൾ കിട്ടുന്നു. ദെൻ ഫെർട്ടിലൈസേഴ്സ് ഫോർ ഫാമിംഗ്, കൃഷിക്കുള്ള വളങ്ങൾ കിട്ടുന്നു, ജൈവ വളങ്ങൾ കിട്ടുന്നു. ദെൻ ഫ്യൂർ ഫോർ കുക്കിംഗ്, ചാണകം എല്ലാം ഗ്യാസ് ആക്കി അല്ലെങ്കിൽ ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും, അതാണ് ഫ്യൂർ ഫോർ കുക്കിംഗ്. പാചകം ചെയ്യാനുള്ള ഇന്ധനം ലഭിക്കുന്നു. ഇത്രയൊക്കെയാണ് അനിമൽ ഹസ്ബൻഡറി, അതിൻ്റെ ബെനിഫിറ്റ്സ്. കന്നുകാലികൾ വളർത്തൽ കൊണ്ടുള്ള ഗുണങ്ങളാണിത്.
ഇനി ഈ കന്നുകാലികളെ വളർത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഭവം, എ ലാൻഡ്മാർക്ക് ഇൻ ഇന്ത്യാസ് ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് ഈസ് ഓപ്പറേഷൻ ഫ്ലഡ്. പാലുൽപാദനത്തിൽ ഉള്ള അമിതമായ ഉൽപ്പാദന വർധന ഉണ്ടായതിനെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത്. 1966. ഈ സമയത്ത് പാലുൽപാദനം 5 മടങ്ങ് വർദ്ധിച്ചു. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ളത് പാലുൽപാദനമായിട്ട് ബന്ധപ്പെട്ടാണ്, പ്രത്യേകം ഓർക്കേണ്ടതാണ്. വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവം, അനിമൽ ഹസ്ബൻഡറി. ഇനി അടുത്ത ഫിഷറീസാണ്, മത്സ്യബന്ധനം. ടുഡേ ടോട്ടൽ ഫിഷ് പ്രൊഡക്ഷൻ അക്കൗണ്ട് ഫോർ 0.8% ഓഫ് GDP. GDPയുടെ മൊത്തം 0.8% മത്സ്യബന്ധനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. ഫിഷർമെൻസ് കമ്മ്യൂണിറ്റി ഈസ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ്. ദേ ഫേസസ് പ്രോബ്ലംസ് ലൈക്ക്, മുക്കുവന്മാർ അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തുന്നവർ അവർ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഫിഷർമെൻസ് അല്ലെങ്കിൽ മുക്കുവന്മാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അണ്ടർഎംപ്ലോയ്മെൻറ്റ്. അവർക്ക് എല്ലാ സമയത്തും തൊഴിലില്ല എന്നുള്ളതാണ്, തൊഴിലില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അണ്ടർഎംപ്ലോയ്മെൻറ്റ് അല്ല, അവരുടെ എല്ലാ സമയങ്ങളിലും അവർക്ക് തൊഴിലില്ല. ലോ ഇൻകം, വരുമാനം കുറവാണ്. മുക്കുവർ അല്ലെങ്കിൽ ഫിഷർമെൻ അവരുടെ ഒരു പ്രശ്നം, ലോ ഇൻകം. ദെൻ ഇല്ലിറ്ററസി, നിരക്ഷരത, കുറേ പേര് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. വേറൊന്നാണ് ലോ ഒക്യുപ്പേഷണൽ മൊബിലിറ്റി, അവർ മത്സ്യബന്ധനം അല്ലാതെ മറ്റ് തൊഴിലുകളിലേക്ക് പോകുന്നത് കുറവാണ്. ദെൻ ഇൻഡെപ്റ്റഡ്നെസ്, അവരുടെ കടം പെരുകുന്നൊരവസ്ഥയുണ്ട്. ഇതാണ് മുക്കുവരുടെ അല്ലെങ്കിൽ ഫിഷർമെൻസ് അവരുടെ പ്രശ്നങ്ങൾ. ഇനി അടുത്തൊരു മേഖലയാണ് ഹോർട്ടിക്കൾച്ചർ, പഴം പച്ചക്കറി കൃഷി എന്നാണ് ഹോർട്ടിക്കൾച്ചർ. ഇൻ ഇന്ത്യ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ്, ഫ്ലവേഴ്സ്, മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ്. ഇത്രയാണ് ഹോർട്ടിക്കൾച്ചർ എന്നറിയപ്പെടുന്നത്. പഴം, പച്ചക്കറി, അതുപോലെ തന്നെ തോട്ടവിളകൾ, പുഷ്പകൃഷി, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ, ഇതെല്ലാം സ്പൈസ്, പ്ലാന്റേഷൻ, ഇതെല്ലാം പെടുന്നതാണ് ഹോർട്ടിക്കൾച്ചർ എന്നറിയപ്പെടുന്നത്. 2003 ഗോൾഡൻ റെവല്യൂഷൻ ഇൻ ഹോർട്ടിക്കൾച്ചർ. ഇറ്റ് കോൺട്രിബ്യൂട്ട് 6% ഓഫ് GDP. ഇന്ത്യയിൽ വരുമാനത്തിൻ്റെ 6%, GDPയുടെ 6% ഹോർട്ടിക്കൾച്ചറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഗോൾഡൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. പ്രത്യേകം 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഗോൾഡൻ റെവല്യൂഷൻ ഹോർട്ടിക്കൾച്ചറായിട്ട് ബന്ധപ്പെട്ടാണ്. ഗോൾഡൻ റെവല്യൂഷൻ ഓർക്കണം. ദെൻ അതർ ആൾട്ടർനേറ്റീവ് ലിവ്ലിഹുഡ് ഓപ്ഷൻസ്. അപ്പം കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ കൃഷി അല്ലാതെയുള്ള മറ്റ് ഉപജീവന മാർഗ്ഗങ്ങൾ, അതാണ് അതർ ആൾട്ടർനേറ്റീവ് ലിവ്ലിഹുഡ് ഓപ്ഷൻസ്. ആൾട്ടർനേറ്റീവ് ലിവ്ലിഹുഡ് ഓപ്ഷൻസ്. അതിൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള തൊഴിലുകളാണ് ഗ്രാമപ്രദേശങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. IT, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള IT ആൻഡ് ITES ഇൻഡസ്ട്രി ബെനിഫിറ്റ്സ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി ഇൻ മെനി വേയ്സ്. ഈ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള, ഇൻ്റർനെറ്റൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ കർഷകരെ പല വിധത്തിൽ സഹായിക്കുന്നുണ്ട്. ഇതിലൊന്ന്, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ഫാമേഴ്സ് ഓൺ അഗ്രികൾച്ചർ പ്രൈസസ്. കാർഷിക വിളകളുടെ വിലയെ പറ്റിയൊരു വിവരം കിട്ടുന്നു എന്നുള്ളതാണ് ഗുണം. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് വെദർ, കാലാവസ്ഥയെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ദെൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് അഗ്രികൾച്ചർ ഇൻപുട്സ്, കാർഷിക നിവേശങ്ങൾ അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. IT ആൻഡ് ITES ആർ എമേർജിങ് ആസ് എ മേജർ ആൾട്ടർനേറ്റീവ് ലിവ്ലിഹുഡ് ഓപ്ഷൻസ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പം കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തൊഴിലുകൾ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു പുതിയ ഉപജീവന മാർഗമായി അല്ലെങ്കിൽ ലിവ്ലിഹുഡ് ഓപ്ഷൻസ്, ഒരു പുതിയ തൊഴിൽ വളർച്ച ഗ്രാമപ്രദേശങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തൊഴിൽ, IT ആൻഡ് ITES. അടുത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. സുസ്ഥിര വികസനവും അതുപോലെ തന്നെ ജൈവകൃഷി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജൈവകൃഷിയുടെ ഗുണങ്ങൾ ഒക്കെ ചോദിക്കാറുണ്ട്. രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാത്ത കൃഷിയാണ് ജൈവകൃഷി എന്ന് പറയുന്നത്.
Organic farming is a whole system that restores, maintains and enhances ecological balance. പരിസ്ഥിതി സന്തുലനം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു കൃഷിയാണ്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള കൃഷി രീതിയാണ് ജൈവകൃഷി. If development is to be sustainable, farming has to be eco-friendly. It uses only organic fertilizers and pesticides. അപ്പോൾ വികസനം, ഒരു രാജ്യം കൈവരിച്ച വികസനം സുസ്ഥിര വികസനമാണെങ്കിൽ, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാതെ ഉള്ള വികസനമാവണമെങ്കിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങൾ, ജൈവകൃഷിയുടെ ഗുണങ്ങൾ ഇതൊക്കെയാണ് ചോദ്യം വരിക. ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1. ഓർഗാനിക് ഫുഡ് ഹാസ് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ. പോഷകമൂല്യം കൂടുതലാണ്. ജൈവകൃഷിയിലൂടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പോഷകമൂല്യം കൂടുതലാണ്. ദെൻ ഇറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ്. ഇത് കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നതാണ്. ദെൻ ഹ്യൂജ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്, മോർ ഇൻകം ബൈ എക്സ്പോർട്ടിങ്. അന്താരാഷ്ട്ര കമ്പോളം അല്ലെങ്കിൽ മാർക്കറ്റ്, വിപണിയുണ്ട്. ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഈ ജൈവകൃഷിക്ക് വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് കിട്ടും. ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ. പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാത്തതാണ്. ഇതൊക്കെയാണ് ജൈവകൃഷിയുടെ ഗുണങ്ങൾ. ഇനി ലിമിറ്റേഷൻസ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്, ഇതിൻ്റെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റിംഗ് പ്രോബ്ലംസ്. ഇതിന് അടിസ്ഥാന സൗകര്യങ്ങളുള്ള ജൈവവളങ്ങളൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അതാണ് ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റിംഗ് പ്രോബ്ലംസ്. വിപണന സംവിധാനം കുറവാണ്. ലെസ് അവെയർനെസ് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ്. ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക്, ഗ്രാമീണ കർഷകർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ബോധമില്ല. ലെസ് അവെയർനെസ് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ്. ദെൻ ലെസ് yield ആൻഡ് ഷോർട്ട് ലൈഫ്. വിളവ് കുറവാണെന്നുള്ള മറ്റൊരു പ്രയാസം. ദെൻ റിലക്റ്റൻസ് ഓഫ് ഫാമേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ഓർഗാനിക് ഫാമിംഗ്. കർഷകർ ജൈവകൃഷി അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ. ഇത്രയാണ് 6th ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.